ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിനെതിരെ നടത്തിയ പുതിയ വെളിപ്പെടുത്തലുമായി ഹിൻഡൻബർഗ് റിസർച്ച്. അദാനി ഗ്രൂപ്പിലേക്ക് പണമെത്തിയ ഷെൽ കമ്പനികളിൽ മാധവി ബുച്ചിനും ഭർത്താവിനും നിക്ഷേപമുണ്ടെന്നും വെളിപ്പെടുത്തൽ. അദാനിക്കെതിരായ അന്വേഷണം വഴിമുട്ടിയതിന് പിന്നിൽ ഈ ബന്ധമെന്നും ആരോപണം. കൂടുതൽ വിശദാംശങ്ങളുമായി ആദിൽ പാലോട് ചേരുന്നുണ്ട്. ആദിൽ, ഒടുവിൽ ഹിൻഡൻബർഗ് ആ ബോംബ് പൊട്ടിച്ചിരിക്കുന്നു. എന്താണ് ഈ പുതിയ വെളിപ്പെടുത്തലിന് പിന്നിൽ? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഹിൻഡൻബർഗിന്റെ ഈ പുതിയ റിപ്പോർട്ട്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബി ആണ് കഴിഞ്ഞ വർഷം 2023 ജനുവരിയിലാണ് ഹിൻഡൻബർഗ് പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് പുറത്തുവിടുകയും അദാനി ഗ്രൂപ്പ് പ്രതിസന്ധിയിലാവുകയും ചെയ്തത്. പ്രധാനമായും ഈ അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾ അദാനി ഗ്രൂപ്പിന്റെ തന്നെ വിദേശത്തുള്ള നിഴൽ കമ്പനികൾ സ്വന്തമാക്കി അനധികൃതമായി കൃത്രിമമായി ഈ ഓഹരികളുടെ മൂല്യം പെരുപ്പിച്ചു കാട്ടി എന്നതായിരുന്നു റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ഈ പറയുന്ന നിഴൽ കമ്പനികളിൽ നിക്ഷേപമുണ്ട് സെബി ചെയർപേഴ്സന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇപ്പോൾ കണ്ടെത്തലായി ഹിൻഡൻബർഗ് പുറത്തുവിട്ടിരിക്കുന്നത്. അദാനി ഗ്രൂപ്പിന്റെ രഹസ്യ വിദേശ കമ്പനികളിൽ നിക്ഷേപമുണ്ട് എന്നുള്ളതാണ്. ചെയർപേഴ്സൺ മാധവി ബുച്ചിൻ ഭർത്താവിനുമെതിരെ, ഈ ഭർത്താവിനുമെതിരെയാണ് റിപ്പോർട്ടുള്ളത്. അദാനിക്കെതിരായ അന്വേഷണം സെബി നടത്തിയിരുന്നു. ഈ സെബിയുടെ അന്വേഷണം വഴിമുട്ടുന്ന സാഹചര്യവും ഉണ്ടായി. ഈ വഴിമുട്ടിയതിനും ഈ അന്വേഷണം വൈകുന്നതിനും കാരണം അദാനിയുമായുള്ള സെബി ചെയർപേഴ്സന്റെ ബന്ധമാണെന്നും റിപ്പോർട്ടിൽ ആരോപിക്കുന്നു. ശരി, അതിൽ ഈ ഇത്തരമൊരു ആരോപണം അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഹിൻഡൻബർഗ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിടുന്നത്? പ്രധാനമായും സെബിയാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയിരുന്നത്. ഈ ഹിൻഡൻബർഗിന്റെ ആദ്യ വെളിപ്പെടുത്തൽ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള കോളിളക്കം സൃഷ്ടിച്ച വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ റിപ്പോർട്ടിനും ആരോപണവും അതിനെ തുടർന്നുള്ള അന്വേഷണം സെബിയാണ് നടത്തിയിരുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശവും ഇത് സംബന്ധിച്ചുണ്ടായിരുന്നു. അപ്പോഴൊക്കെയും സെബി കൃത്യമായൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഹിൻഡൻബർഗിന്റെ അദാനി ഗ്രൂപ്പിനെതിരെയുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നൊരു പശ്ചാത്തലം ഉണ്ടായില്ല. പലപ്പോഴും ഹിൻഡൻബർഗിനെതിരെ ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന ആരോപണങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഹിൻഡൻബർഗിനെതിരെ ചില നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും നടത്തുന്ന സാഹചര്യത്തിലേക്ക് സെബി പോവുകയും ചെയ്തിരുന്നു. ഇതിനൊക്കെ കാരണം ഈ അദാനി ഗ്രൂപ്പുമായി, പ്രത്യേകിച്ച് അദാനി ഗ്രൂപ്പിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള നിഴൽ കമ്പനികൾ, വിദേശത്തുള്ള നിഴൽ കമ്പനികൾ, കടലാസു കമ്പനികൾ, ഇവയിൽ ഈ സെബി ചെയർപേഴ്സണും ഭർത്താവിനും നിക്ഷേപമുണ്ട് എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന് കാരണം ഈ അന്വേഷണം എങ്ങും എത്താത്തതിന് കാരണം ഈ ബന്ധമാണെന്ന ആരോപണമാണ് ഇപ്പോൾ ഹിൻഡൻബർഗ് മുന്നിൽ വെച്ചിരിക്കുന്നത്. ശരി, അതിൽ സെബി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ടോ? നിലവിൽ സെബിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ലഭ്യമായിട്ടില്ല. വൈകാതെ തന്നെ അത് ലഭ്യമാവുകയും ചെയ്യും. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായ സെബി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, കേന്ദ്രത്തിന്റെ നിലപാട് എന്താകുമെന്നതിലും വളരെ ആശ്ചര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സെബി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് കേന്ദ്ര സർക്കാരിൻ്റെത്. അങ്ങനെയിരിക്കെ സെബി ചെയർപേഴ്സണെതിരെയുള്ള ഈ ആരോപണത്തെ കേന്ദ്ര സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതാണ് ഇനി അറിയേണ്ടത്. ശരി, അതിൽ എന്തായാലും അദാനിയെ ഒരിക്കൽ ഞെട്ടിച്ച പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അദാനി ഗ്രൂപ്പിലേക്ക് പണമെത്തിയ ഷെൽ കമ്പനികളിൽ സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിനും ഭർത്താവിനും നിക്ഷേപമുണ്ടെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ.